ഒരുപക്ഷെ ശ്രീജിത്ത് പണിക്കറിനും ആ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ, നമുക്കറിയാം ഇപ്പോൾ ഇതേ റാഫേൽ യുദ്ധവിമാനത്തിന്റെ മാതൃകയിൽ നാരങ്ങ കെട്ടിത്തൂക്കിയൊക്കെയുള്ള അജയ് റായയുടെ പ്രതികരണം അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തേ തിരിച്ചടിക്കാത്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ ഒരു ഭരണകൂടത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് അങ്ങനെയൊക്കെ പെട്ടെന്ന് തിരിച്ചടിക്കുക എന്നത് സാധ്യമല്ല എന്നതൊക്കെ സാധാരണമായ യുക്തിചിന്തയിൽ നിന്നുകൊണ്ട് വിലയിരുത്താവുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അല്ലെ ഈ തരത്തിൽ യോഗം ചേരുകയും അത് ഇന്ത്യക്കൊപ്പം സൈന്യത്തിനൊപ്പം എന്ന തരത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീവ്രവാദത്തിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഉത്തരവാദിത്തമുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവും ചെയ്യേണ്ടത് രാജ്യമെടുക്കുന്ന, സൈന്യമെടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു വിഷയമല്ല, മറിച്ച് ഈ രാജ്യം ഇതേപോലെ നിന്നെങ്കിൽ മാത്രമേ കക്ഷി രാഷ്ട്രീയത്തിനും പ്രസക്തിയുള്ളൂ. അതല്ലാതെ ഈ രാജ്യത്തിനെ കണ്ണിൽ കണ്ടവനെല്ലാം തോന്നുന്ന സമയത്ത് വന്ന് ആക്രമിക്കുകയും പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് മതം ചോദിച്ച് നിരപരാധികളായിട്ടുള്ള സിവിലിയൻസിനെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ട കളിയാണ്. അപ്പോൾ അതിലേക്ക് പോകാതെ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഉചിതമായിട്ടുള്ള ഒരു തിരിച്ചടി നമ്മുടെ രാജ്യം നൽകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക, പൊളിറ്റിക്കലായിട്ടുള്ള ഡിഫറൻസസ് എല്ലാം മറക്കുക. ഇനി ഇതിൻ്റെ സെക്യൂരിറ്റി ലാപ്സസുമായി ബന്ധപ്പെട്ട് ഈ ഒറിജിനൽ പഹൽഗാം ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇത് സെറ്റിൽ ചെയ്തതിന് ശേഷം മറ്റൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യുക പോലും ചെയ്യുക എന്നുള്ള തീരുമാനങ്ങളാണ് പ്രതിപക്ഷ കക്ഷികൾ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സമയത്ത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആർമിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആംഡ് ഫോഴ്സസിന് അതൊരു ബോധറേഷൻ അല്ല എങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായിട്ട് മറ്റു പാർട്ടികളുടെ സമീപനം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളെ സർവകക്ഷി യോഗത്തിന് വിളിച്ച് അവരുടെ നേതാക്കന്മാരോട് ഇതിന്റെ ബ്രീഫിംഗ് നൽകാറുണ്ട്. പഹൽഗാം അറ്റാക്ക് ഉണ്ടായി, ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇതേപോലെ ബ്രീഫിംഗ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികളെ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അവരെ വിശ്വാസത്തിലെടുക്കുകയും അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ആധികാരികതയോടുകൂടി ഉറപ്പോടുകൂടി അവരോടും ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ എല്ലാവരെയും തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്. ഞാൻ കരുതുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് തന്നെയാണ്. കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഞാൻ ഇതിൽ കാണുന്ന ആഭ്യന്തരമായിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റും അത് തന്നെയാണ്. കാരണം ഡൊമസ്റ്റിക് ആയിട്ട് കിട്ടുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് കേന്ദ്ര സർക്കാരിന് നൽകുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് നൽകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് ചെറുതല്ല. ഇപ്പോൾ നമ്മൾ അസദുദ്ദീൻ ഒവൈസി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, മമതാ ബാനർജി ആയിക്കോട്ടെ, അഖിലേഷ് യാദവ് ആയിക്കോട്ടെ, ഈ നേതാക്കന്മാരുടെ എല്ലാ പ്രതികരണം സൂപ്പർ പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കുന്ന, സൈന്യത്തിനെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പിന്നെ ചില ആൾക്കാർ അങ്ങും ഇങ്ങുമെല്ലാം തന്നെ മോശമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പഹൽഗാം അറ്റാക്ക് തന്നെ ഒരുപക്ഷെ നമ്മുടെ സൈന്യം ഓർഗനൈസ് ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഓർഗനൈസ് ചെയ്തതാണ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇവരൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള എക്സ് ഹാൻഡിൽ നിന്നുണ്ടായിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള കുറേയധികം പ്രസ്താവനകളും കുറേയധികം ട്വീറ്റുകളും ഉണ്ട്. ഇപ്പോഴും അതേപോലെയുള്ള കുറേ ട്വീറ്റുകളൊക്കെ തന്നെ തുടർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇവരെ കൂടി നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കാത്തത് മിസ്ഇൻഫർമേഷനാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട്, എനിമിയുടെ നമ്മളോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട് തെറ്റായ ഇൻഫർമേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു ഡിവൈഡഡ് ഹൗസ് ആണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി ആഭ്യന്തരമായും ബാഹ്യമായും ഉണ്ടാകാൻ പാടില്ല എന്നതും പ്രധാനമാണ്. പാകിസ്ഥാനിലെ പല നേതാക്കന്മാർ, അത് പാസ്റ്റ് ലീഡർഷിപ്പിലാണെങ്കിലും പ്രസന്റ് ലീഡർഷിപ്പിലാണെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസിന്റെ ട്വീറ്റുകൾ പോലും എടുത്ത് അവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് നമ്മുടെ രാജ്യമല്ല ഈ ടെററിസ്റ്റ് അറ്റാക്കിന് സ്പോൺസർ ആയിരിക്കുന്നത്, മറിച്ച് അത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ്. നരേന്ദ്രമോദിയെ ഷീൽഡ് ചെയ്യുന്നതിനാണ് BJP ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ട്വീറ്റുകളെയോ പ്രസ്താവനകളെയോ ഒക്കെ ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ശത്രു രാജ്യത്തിന് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റിയെ, നമ്മുടെ രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യാവുന്ന, സംശയത്തോടുകൂടി കാണാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള വെടിമരുന്ന് നൽകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു സെൽഫ് റിസ്ട്രെയിനിന്റെ ഭാഗമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശീലിക്കേണ്ടതാണ്. നേതാക്കന്മാർ ഇത് കാണിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. കാരണം ചില മോശമായിട്ടുള്ള ട്വീറ്റുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ നാഷണൽ ആയിട്ടുള്ളവരുടെ ഹാൻഡിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു.
പക്ഷെ അപ്പോൾ പോലും ഒരുപക്ഷെ പാകിസ്ഥാനിലടക്കം ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന പല ട്വീറ്റുകളും ഇപ്പോഴും കോൺഗ്രസ് കേരള എന്ന് പറയുന്ന ഹാൻഡിലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വന്നതൊക്കെ തന്നെ അവരവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പൊ അതിലും ഇപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് മൗലാന മസൂദ്